നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 51-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു. അതിൻ്റെ മരുഭൂമിയെ ഏദനെപ്പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെപ്പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിലുണ്ടാകും. എൻ്റെ ജനമേ, എൻ്റെ വാക്ക് കേൾപ്പീൻ. എൻ്റെ ജാതിയെ എനിക്ക് ചെവി തരുവീൻ. ഉപദേശമെങ്കിൽ നിന്ന് പുറപ്പെടും. ഞാൻ എൻ്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എൻ്റെ നീതി സമീപമായിരിക്കുന്നു. എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു. എൻ്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവീൻ. താഴെ ഭൂമിയെ നോക്കുവീൻ. ആകാശം പുക പോലെ പോയിപ്പോകും. ഭൂമി വസ്ത്രം പോലെ പഴകും. അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും. എൻ്റെ നീതിക്ക് നീക്കം വരികയുമില്ല. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണം ഉള്ള ജനവുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും. കൃമി അവരെ കമ്പിളി പോലെ തിന്നുകളയും. എന്നാൽ എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായിരിക്കും. യഹോവയുടെ ഭുജമേ, ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെപ്പോലെ വറ്റിച്ചു കളഞ്ഞതും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നുപോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? യഹോവയുടെ വിമുക്തന്മാർ ജയഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങിവരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. എന്നാൽ മരിച്ചുപോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആര്? ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകൻ നശിപ്പിപ്പാൻ മടങ്ങിവരുന്നു എന്നുറച്ചവന്റെ ക്രോധം നിമിത്തം ദിനംപ്രതി ഇടവിടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്ത്? പീഡകന്റെ ക്രോധം എവിടെ? ബദ്ധനായിരിക്കുന്നവരെ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ കുണ്ടറയിൽ മരിക്കുകയില്ല. അവന്റെ ആഹാരത്തിന് മുട്ടുവരികയില്ല. തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എൻ്റെ നാമം. യെശയ്യാപ്രവചനം 51-ാം അധ്യായത്തിൽ ഒരുപാട് പ്രസിദ്ധ വാക്യങ്ങളുണ്ട്. ഒന്നാമത്തെ വാക്യം വളരെ പ്രസിദ്ധമാണ്. നീതിയെ പിന്തുടർന്നവർ യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ എന്നുള്ളതാണത്. ഇനി 10-ാം വാക്യം അതുപോലെ തന്നെ പ്രസിദ്ധമാണ്. വലിയ ആഴിയിലെ വെള്ളത്തെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? യഹോവയുടെ വിമുക്തന്മാർ ജയഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങിവരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. ഇനി അതിന്റെ 15-ാം വാക്യം. തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എൻ്റെ നാമം. ഇസ്രയേലിന്റെ ബാബേൽ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവാണ് ഈ അധ്യായത്തിലെ വിഷയം. അതിനുദാഹരണമായിട്ട്
ആണ് 1-2 വാക്യങ്ങൾ പറയുന്നത് അബ്രഹാമിനെ സാറയെയും അവതരിപ്പിച്ചിരിക്കുകയാണ്. നീതിയെ പിന്തുടരുവാനും യഹോവയെ അന്വേഷിക്കുവാനും സന്നദ്ധരായതുകൊണ്ടാണ് അബ്രഹാമിനും സാറയ്ക്കും ദൈവം ദർശനം നൽകിയത്. അതുകൊണ്ടാണ് ദൈവം അവരെ വിളിച്ചിറക്കി അനുഗ്രഹിച്ചതും വർദ്ധിപ്പിച്ചതും. അതായത് നമുക്കറിയാം, സാറയ്ക്ക് മക്കളില്ലായിരുന്നു. പ്രായവുമായി മക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വൈദ്യശാസ്ത്രപ്രകാരം ഇല്ല. പക്ഷേ അവര് കേട്ട ദൈവവചനം, അതായത് മനുഷ്യ സൃഷ്ടിയുടെയൊക്കെ കാര്യം, പ്രപഞ്ച സൃഷ്ടിയുടെ കാര്യം അന്ന് വാമൊഴിയായിട്ട് അവർ കേട്ടിട്ടുണ്ട്. അതായത് ഭൂമിയും ആകാശവും ഇല്ലായിരുന്നു, മരങ്ങളും മൃഗങ്ങളും മത്സ്യങ്ങളും ഇല്ലായിരുന്നു. ഇല്ലാത്തതിന് ദൈവം ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി. 2, ആദാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഒരു ശവശരീരം പോലെ ആയിരുന്നു. ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോഴാണ് ആദാം, അതായത് ജീവനുള്ളവനായിട്ട് മരിച്ചവൻ ഉയർത്തതുപോലെ ഉയർത്തെഴുന്നേറ്റത്. ഇതിന് തങ്ങളുടെ ജീവിതവുമായിട്ട് ഇതിനെ അവർ അബ്രഹാം സാറയും ബന്ധിപ്പിച്ചു. ഇങ്ങനെ ചെയ്ത ദൈവത്തിന് ഞങ്ങളുടെ ശരീരത്തിന് വ്യത്യാസം വരുത്താൻ കഴിയും, ഞങ്ങളുടെ ഇല്ലായ്മ മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ അതാണ് റോമാലേഖനം 4:17 വായിക്കുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൽ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ്റെ വിശ്വാസം നീതിയായി ദൈവം കണക്കാക്കി. അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ബാബേലിൽ അകപ്പെട്ടിരിക്കുന്ന ഇസ്രയേലിന് അവിടുന്ന് ഒരു വിടുതൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. ബാബേൽ അത്ര ശക്തരാണ്. എന്നാൽ ഒരു രാജാവിനെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുക. ആ രാജാവിൻ്റെ പേര് കോരേശ് എന്നാണ്. നമുക്കറിയാം, നെഹമ്യാവിൻ്റെ കാലത്ത് പിന്നെ അർത്തഹശ്ഷ്ഠ രാജാവ് നെഹമ്യാവിന് പോയിട്ട് യെരൂശലേം മതിൽ പണിയാനുള്ള സഹായം ചെയ്തു. അതുപോലെ എസ്തേറിൻ്റെ കാലത്ത് അഹശ്വേരോശ് രാജാവ് ഇസ്രയേലിന്, അതായത് അവർക്കെതിരെയുള്ള ആ വിളംബരം തീട്ടൂരം മാറ്റിയിട്ട് അവർക്ക് വിടുതലും അനുഗ്രഹവും നൽകി. തീർച്ചയായിട്ടും ഏത് കാലത്തും രാജാക്കന്മാർ ദൈവത്തിൻ്റെ കയ്യിലാണ്. അത്യുന്നതനാണ് സകല രാജത്വങ്ങളുടെ മേലും വാഴുന്നത്. അപ്പോൾ അവരുടെ നാവിൽ തീർച്ചയായിട്ടും ദൈവജനത്തിന് അനുകൂലമായ കാര്യങ്ങളെ വരുത്താൻ ദൈവത്തിന് സാധിക്കും. ഇപ്പോൾ ഇസ്രയേൽ ബാബേലിൽ അബ്രഹാമും സാറയും ദൈവത്തെ അന്വേഷിച്ചതുപോലെയും ദൈവവഴിയിൽ നടക്കാൻ ആഗ്രഹിച്ചതുപോലെയും ഇസ്രയേൽ ബാബേലിൽ ആയിരിക്കുകയാണ്. നമുക്കത് ചിലരെ അറിയാം. ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ ഇവരൊക്കെ ദൈവത്തെ വളരെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്തവരാണ്. എസ്തേർ, അതുപോലെ തന്നെ മൊർദെഖായി, നെഹമ്യാവ്, ഇവരൊക്കെ ഈ പ്രവാസകാലത്ത് ദൈവത്തെ വളരെ സ്നേഹിച്ചവരാണ് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും അവരുടെ സ്വാധീനം കൊണ്ട് വളരെ ആളുകൾ ദൈവത്തെ ഭയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ സാറയെയും വിളിച്ചിറക്കി അനുഗ്രഹിച്ചതുപോലെ ഇസ്രയേലിനെ ബാബയിൽ നിന്ന് വിളിച്ചിറക്കി അനുഗ്രഹിക്കാൻ പോവുകയാണ് എന്നാണ് ആദ്യ വാക്യങ്ങൾ പറയുന്നത്. എന്നാൽ 5-ാം വാക്യം ക്രിസ്തു മൂലമുള്ള രക്ഷയുടെ കാര്യമാണ്. എൻ്റെ നീതി സമീപമായിരിക്കുന്നു, എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു, എൻ്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും, ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. കർത്താവായ യേശു വന്ന്, അതായത് ദ്വീപുകളിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അപരിഷ്കൃതരായ ബർബരന്മാരായ ആളുകൾക്കും കൂടെ രക്ഷ ലഭിക്കാൻ, സകല ആളുകൾ, യഹൂദന് മാത്രമല്ല സകല പ്രജാതികൾക്കും വിശ്വസിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന സകലർക്കും രക്ഷയൊരുക്കുവാൻ, ദൈവത്തിന് നീതിയും സ്നേഹവും വെളിപ്പെടുത്തുവാൻ കുരിശിൽ മരിക്കാൻ വരുന്ന കാര്യമാണ് 5-ാം വാക്യം. 6-7 വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവെങ്കിലെ ദൈവരാജ്യ കാര്യമാണ്. ഞാൻ വായിക്കാം. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവീൻ, താഴെ ഭൂമിയെ നോക്കുവീൻ. ആകാശം പുക പോലെ പൊയ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എൻ്റെ നീതിക്ക് നീക്കം വരികയില്ല. നീതിയെ അറിയുന്നവർ, ഹൃദയത്തിൽ എൻ്റെ ന്യായ പ്രമാണം ഉള്ള ജനവുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾക്കുകയും നിങ്ങൾ മനുഷ്യരുടെ നിന്നെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും, കൃമി അവരെ കമ്പിളിയെപ്പോലെ തിന്നു കളയും. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ വരവിന് ശേഷം ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിച്ച് ജീവിച്ച ആളുകൾക്ക്
വലിയ പദവിയും അനുഗ്രഹങ്ങളും നന്മയും സന്തോഷവും ഉണ്ടാകും. എന്നാൽ ദൈവജനത്തെ ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും ചെയ്ത് ബൈബിളിനെ ഒക്കെ നിരാകരിച്ച ആളുകളെ ദൈവം കണക്കിന് ശിക്ഷിക്കും എന്നാണ്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, താൻ നിയമിച്ച പുരുഷ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവന് ഒരു ദിവസം നിശ്ചയിച്ചു എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ന്യായവിധിക്ക് ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ വീണ്ടും വരവിന് ശേഷം ഈ ദൈവരാജ്യവും സംഭവിക്കും, ദുഷ്ടന്മാരുടെ ന്യായവിധിയും സംഭവിക്കും. 9-10 വാക്യങ്ങൾ, യഹോവയുടെ ഭുജമേ ഉണരുക, പണ്ട് സമുദ്രത്തെ വിഭജിച്ച് പെരുവഴിയാക്കിയ യഹോവയുടെ ഭുജമേ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ കാര്യമാണ്. മിസ്രയീമിൽ ബാധകൾ വരുത്തിയതും പിന്നെ ചെങ്കടലിനെ 2 വിഭാഗിച്ചതും മരുഭൂമിയിൽ അഗ്നിസ്തംഭവും മേഘസ്തംഭവും വരുത്തിയതും മന്ന ഇസ്രായേലിന് ഭക്ഷണമായി നൽകിയതും പാറയിൽ നിന്നുള്ള വെള്ളം അവർക്ക് നൽകിയതുമെല്ലാം യേശു ആയിരുന്നു എന്നാണ് ഇവിടെ യെശയ്യാവിലൂടെ ദൈവം പറയുന്നത്. അതേ യേശു മനുഷ്യവർഗത്തിന് വേണ്ടി രക്ഷയൊരുക്കാൻ വരികയും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് ഉയർത്തി ജീവിക്കുന്ന ആ കർത്താവ് ഏറെ താമസിയാതെ നമുക്ക് കാണത്തക്കവണ്ണം മടങ്ങി വരും, ദൈവരാജ്യം സ്ഥാപിക്കും. ആ കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് നോക്കി പാർക്കാം. അതിൻ്റെ അടയാളങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കർത്താവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.